ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ മഴക്കാലത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ്. മഴക്കാലത്ത് തുണികൾ ഉണങ്ങി കിട്ടുക എന്നുള്ളത് നല്ല പാടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അയ കെട്ടാനുള്ള സ്ഥലം കാണത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള സമയത്ത് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇത് ചെയ്യാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പെയിൻറ്റ് ബക്കറ്റിൻ്റെ മൂടിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഏതെങ്കിലും ഒരു ടിന്നിൻ്റെ അടപ്പെടുക്കാം. ഇനി ഇതിൽ നമുക്കൊരു സ്കെച്ച് വെച്ചിട്ട് പോയിൻറ്റ്സ് അടയാളപ്പെടുത്തണം. 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ ഗ്യാപ്പിൽ പോയിൻറ്റ്സ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ ഹോളാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് പപ്പടം കുത്തിയാണ്. ഇത് നമുക്ക് ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സിൽ ഹോൾസ് ആക്കി എടുക്കാം. ഇതേ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പോയിൻറ്റും ഹോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ചെറിയ സൈസിലുള്ള കയറ് വേണം. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് കയറാണ്. 1 മീറ്ററോ 1.5 മീറ്ററോ നീളത്തിൽ ആ ഒരു കയറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലത്തെ 4 പീസ് കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് 4 സൈഡിലായിട്ട് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഹോളിൽ കൂടെ കയറ്റിയിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഹോളിൽ കൂടി ആ ഒരു കയറ് നമുക്ക് എടുക്കണം. എന്നിട്ട് അതിൻ്റെ 2 സൈഡും ഒരേ ലെവലിലാക്കിയിട്ട് തുമ്പിൽ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതേപോലെ 4 സൈഡിലായിട്ട് നമുക്ക് ചെയ്യണം. ഇപ്പോൾ കെട്ടിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് അടുത്ത് ചെയ്യുന്നത്. നേരത്തെ ചെയ്തതുപോലെ ആ കയറിൻ്റെ തുമ്പിൽ നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം. ഇതേപോലെ ബാക്കി 2 സൈഡും കൂടി ചെയ്തെടുക്കണം. നാല് സൈഡും ഇതുപോലെ ചെയ്ത ശേഷം ഇങ്ങനെയൊന്ന് വെച്ച് നോക്കുക. എന്നിട്ട് എല്ലാ വശവും ഒരേ ലെവലാണെന്ന് നോക്കിയ ശേഷം ഇതേപോലെ മുകളിലൊരു കെട്ടിട്ട് കൊടുക്കുക. ഇനി നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ കയറിന് കട്ട് ചെയ്തെടുക്കണം. ഇതൊരു 10-15 പീസോളം കട്ട് ചെയ്തെടുക്കാം. ഒരു 15 സെൻറ്റിമീറ്ററോളം നീളമെങ്കിലും വേണം കയറിന്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നീളത്തിൽ എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. പ്ലാസ്റ്റിക് കയറായതുകൊണ്ട് നമുക്ക് കെട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന അടപ്പിൽ ബാക്കി ഒരുപാട് ഹോൾസ് ഉണ്ടാവും. അതിൽ അടുത്തടുത്ത് വരുന്ന 2 ഹോൾസിലായിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ കയറ് ഇതുപോലെ കയറ്റിയെടുക്കണം. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ കയറിൻ്റെ 2 അറ്റത്തും കൂടി ചേർത്തിട്ട് നല്ല ടൈറ്റിനൊന്ന് കെട്ടിക്കൊടുക്കണം.
ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കയറെല്ലാം ഇതേപോലെ തൊട്ടടുത്ത് വരുന്ന ഹോൾസിലായിട്ട് കയറ്റിയ ശേഷം ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാ ഹോളിലും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന കയറിൻ്റെ പീസ് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തൂക്കിയിടാനായിട്ട് ഇതേപോലത്തെ ഒരു കൊളുത്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ കമ്പി വള ഉണ്ടല്ലോ, നല്ല കട്ടിയുള്ള കമ്പി വള എസ് ഷേപ്പിലാക്കി നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കയറിലെ കെട്ടിലേക്ക് ഈ ഒരു കൊളുത്തും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തുണിയൊക്കെ ഹാങ് ചെയ്തിടാനുള്ള ഹാങ്ങർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീട്ടിനകത്തോ വെളിയിലോ എവിടെയെങ്കിലും ഇതേപോലെ ഒന്ന് കൊളുത്തി ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഈ ചെറിയ ചെറിയ കയർ വെച്ച് കെട്ടിയിരിക്കുന്ന ആ ഒരു ഹൂക്കിൽ നമ്മുടെ ഹാങ്ങറും തുണിയും കൂടി ചേർത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഉണങ്ങാനുള്ള തുണികൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. വളരെ യൂസ്ഫുള്ളാണ്. ഇത് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും ഉപയോഗിക്കാൻ പറ്റും. ഉണക്കിയെടുക്കാനുള്ള തുണികൾ ഇതേപോലെ ഹാങ്ങറിലാക്കി ഇതിൽ കൊളുത്തി ഇട്ടിരുന്നാൽ മതി, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് സ്ഥലം മതി, ഒത്തിരി തുണികൾ ഇതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റും. മഴക്കാലത്തൊക്കെ ഒത്തിരി യൂസ്ഫുള്ളാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ വെയിലത്ത് കൊണ്ടിടാനാണെങ്കിലും ഈ ഹൂക്കോട് തന്നെ എടുത്തുകൊണ്ട് ഇടാം. അപ്പോൾ ഈ ഒരു മഴ സമയത്ത് ഇതേപോലത്തെ ഒരു ഹാങ്ങർ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അടുത്ത ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്